വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറും 4 ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കളറൊന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു പുഡിംഗ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 250 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീമർ നേരത്തെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ആ ഒരു പാകാവുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇത് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ടോട്ടലായിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓരോ കപ്പായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ക്യാരറ്റ് പ്യൂരി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ അളന്നൊന്ന് നോക്കുന്നുണ്ട്. ടോട്ടലായിട്ട് 3 കപ്പ് ക്യാരറ്റ് പ്യൂരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവസാനത്തെ കപ്പിൽ കുറച്ച് വെള്ളം കൂടിയുണ്ട്. ആ ഒരു മിക്സറിൻ്റെ ജാറ് കഴുകിയെടുത്തിരിക്കുന്ന വെള്ളം. ടോട്ടലായിട്ട് 3 കപ്പ് ക്യാരറ്റ് പ്യൂരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റൻറ്റ് ചൈന ഗ്രാസ് മിക്സ് ആണ്. ഇതിപ്പോൾ പഞ്ചസാരയും കൂടെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്കായിട്ട് കിട്ടും. അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 10 ഗ്രാം എടുത്താൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ അഗർ അഗർ പൗഡർ വേണമെങ്കിലും ചേർത്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 3 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ് മിക്സ് ആണ്. അതിൽ പഞ്ചസാര ഓൾറെഡി ഉണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം. മിക്സ് അല്ലാതെ ഡയറക്റ്റ് ചൈന ഗ്രാസോ അഗറാണ് ചേർക്കുന്നതെങ്കിൽ പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഞാനിവിടെ കുക്ക് ചെയ്തിരുന്നു. തിളച്ച് വന്നതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു മിക്സ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് നേരത്തേക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്പം വൈഡായിട്ടുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറി വന്നതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സെറ്റായി വന്നതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ ക്യാരറ്റിൻ്റെ ജെല്ലി ഉണ്ടാകുക. ഞാനിവിടെ എല്ലാം തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ക്യാരറ്റ് ജെല്ലി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി ഈ ഒരു പുഡിങ്ങിന് നമുക്ക് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് അളവ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 750 ml പാലാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അളവ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ 100 ഗ്രാം അളവിൽ ഇൻസ്റ്റൻറ്റ് ചൈന ഗ്രാസ് മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പഞ്ചസാര അടങ്ങിയത് കൊണ്ടാണ് 100 ഗ്രാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ചൈന ഗ്രാസോ അഗറോ ആണെങ്കിൽ ചൈന ഗ്രാസ് ആണെങ്കിൽ 10 ഗ്രാം ചേർത്താൽ മതി. അഗർ ആണെങ്കിൽ 3 ടീസ്പൂൺ ചേർത്താൽ മതി. ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവ് മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡും കൂടെ വരുമ്പോൾ നല്ലൊരു രുചി കിട്ടും. അതിനാണ് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മധുരം പാകത്തിനുണ്ടോ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാരേൻ്റെ അളവ് പറയുന്നില്ല. ഞാൻ ഉപയോഗിച്ചത് ഇൻസ്റ്റൻറ്റ് മിക്സ് ആയതുകൊണ്ട് തന്നെ അതിൽ പഞ്ചസാര ഉണ്ടായിരുന്നു. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഡയറക്റ്റായിട്ട് ചൈന ഗ്രാസോ അഗറോ ആണ് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പാലും ഒന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്കാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നേരത്തെ ക്യാരറ്റ് എങ്ങനെയാണോ തയ്യാറാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
പാൽ ഇതുപോലെ ഒരല്പം തിക്കാകുമ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ചൂട് ചെറുതായിട്ട് ആറി വരണം. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ജെല്ലി ആദ്യം ഒരു ലെയർ പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അടിയിൽ ഇതുപോലെ ഒന്ന് ക്യാരറ്റ് ജെല്ലി ഒന്ന് നന്നായിട്ട് നിരത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ചൂടൊരൽപ്പം മാറി വന്നതിന് ശേഷം വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത്. ചൂടൊരൽപ്പം മാറി വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ പാല് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചൂടൊരൽപ്പം മാറി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ടും നമുക്ക് കുറച്ച് ക്യാരറ്റ് ജെല്ലീസ് ഇതുപോലെ ഒന്ന് നിരത്തിയിടാം. ഇത് അവിടെ ഇവിടെയൊക്കെ കിടക്കാനായിട്ടാണ് ഇങ്ങനെ താഴെയും മേലെയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കുറച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് തണുപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചിട്ടാണ് തണുപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരു 4 മുതൽ 6 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. പക്ഷേ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പാകത്തിനാക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ദാ ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ച് ഞാനിവിടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തിടാം. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ക്യാരറ്റും പാലും ഉപയോഗിച്ചിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പുഡിംഗ് ഇരിക്കുക. ഇത് കാണാനായാലും കഴിക്കാനായാലും അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഞാനിതിവിടെ മുറിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അതിൻ്റെ സോഫ്റ്റ്നെസ്. ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. എല്ലാവരുടെയും വീട്ടിൽ ക്യാരറ്റും പാലൊക്കെ ഉണ്ടാകും. ഈ ചൈന ഗ്രാസ് ഒക്കെ ആയാലും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടാവുന്ന ഒരു ഫ്ലേവറിലാണ് ഇത് ഉണ്ടാകുക. ആ ഒരു പാലും കൂടെ വരുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വേറെയും കുറേ സ്നാക്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ടോ കാണാവുന്നതാണ്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.